ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ 12 സ്ലീഹന്മാരുടെ തിരുനാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊള്ളട്ടെ. സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം നാം ഒരു പുതിയ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കൈത്തക്കാലം. കൈത്ത എന്ന വാക്കിൻ്റെ അർത്ഥം വേനൽക്കാലം എന്നാണ്. അത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിളവെടുപ്പിൻ്റെ കാലമാണത്. അതുപോലെ സുവിശേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കപ്പെട്ട് അത് കൊയ്ത്തിന് ഭാഗമാകുന്ന സമയത്തെയാണ് കൈത്തക്കാലം എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി വരുന്ന 7 ആഴ്ചകൾ നാം സഭയിൽ കൈത്തക്കാലമായി ആചരിക്കുകയാണ്. ക്രിസ്തു ലോകത്തിൽ വിതച്ച വിത്ത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഫലം കൊയ്യാൻ സമയമായി എന്ന് നമ്മെ ഓരോരുത്തരെയും ആത്മീയമായി ഉത്ബോധിപ്പിക്കുന്ന കാലം കൂടിയാണിത്. ഇന്ന് സഭ കൈത്തക്കാലത്തിൻ്റെ 1-ാം ഞായർ ആഘോഷിക്കുമ്പോൾ 12 ശിഷ്യന്മാരുടെ തിരുനാളോട് കൂടിയാണ് നാം ആഘോഷിക്കുന്നത്. അതായത് വിളിക്കുന്നതും അയക്കുന്നതും എല്ലാം യേശുവാണ് എന്ന്, ക്രിസ്തുവാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണിത്. 1-ാമത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള വചനങ്ങളാണ് നാം വായിക്കുക. ഇസ്രായേലിന്റെ 12 പുത്രന്മാരെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇസ്രായേൽ സമൂഹത്തിന്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ സമൂഹത്തിന് അടിസ്ഥാനമായിട്ടുള്ള 12 ഗോത്രങ്ങളുടെ പേരുകളാണിവ. അവരുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിലും ദൈവം അവരെ വിളിച്ച് അവരെ ശക്തിപ്പെടുത്തുന്നു. ഇസ്രായേലിൻ്റെ നെടും തൂണുകളായി അവരെ മാറ്റുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ദൈവം പൂർണ്ണരായവരെയല്ല വിളിക്കുന്നത്, മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പൂർണ്ണരാക്കുകയാണ് ചെയ്യുന്നത്. പഴയ നിയമത്തിലെ നെടുംതൂണുകളായി ഈ 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സഭയുടെ നെടുംതൂണുകളായി 12 അപ്പസ്തോലന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. 2-ാം വായനയിൽ ജോഷയുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള ദിവ്യവചനങ്ങളാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുക. ജോർദാൻ നദി കടന്നതിന് ശേഷം ഇസ്രായേൽ സമൂഹത്തോട് കൽപ്പിക്കുന്നുണ്ട് 12 ഗോത്രങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി 12 കല്ലുകൾ ഓരോ ഗോത്രത്തിൽ നിന്നും നദിയുടെ മധ്യേ സ്ഥാപിക്കുക എന്ന്. എന്തിനായിരുന്നു ഈ കല്ലുകൾ? നിങ്ങളുടെ മക്കൾ പിന്നീട് ചോദിക്കുമ്പോൾ ദൈവം നൽകിയ അത്ഭുതങ്ങളെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി. ഈ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ മറക്കാതിരിക്കുക. വിശ്വാസം ഓർമ്മ നഷ്ടപ്പെടുമ്പോഴാണ് ക്ഷയിക്കുന്നത്. അതുകൊണ്ടാണ് സഭ നിരന്തരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദിവ്യബലിയും മറ്റു കൂദാശകളും അനുദിനം സ്വീകരിക്കണമെന്ന്. നമ്മുടെ ജീവിതത്തിൽ അണയാതെ ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ നമുക്കും നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഓർമ്മപ്പെടുത്തുന്ന കല്ലുകൾ ഉണ്ടോ എന്ന്, ഈ ഓർമ്മപ്പെടുത്തുന്ന സ്മാരകശിലകൾ ഉണ്ടോ എന്ന്. നാം ഇന്ന് 12 സ്ലീഹന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ഒരു കെട്ടുകഥകളായല്ല, മറിച്ച് അവർ നമുക്ക് നൽകിയ വിശ്വാസവും വചനവും ക്രിസ്തുവിനെയൊക്കെ ഓർമ്മിക്കുവാനും അത് കൂടുതൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമാണ് നാം ശ്രമിക്കുന്നത്. ഇനി നാം 3-ാമത്തെ വായനയിലേക്ക് കടന്നു വരുമ്പോൾ വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 9 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് നാം വായിച്ചു കേൾക്കുക. പുതിയ ജെറുസലേമിനെ കുറിച്ചും ആ പുതിയ ജെറുസലേമിന്റെ അടിത്തറയായ 12 സ്ലീഹന്മാരെ കുറിച്ചുമാണ് യോഹന്നാൻ സ്ലീഹ പറഞ്ഞു വെക്കുക. പുതിയ ജെറുസലേമിന്റെ അടിസ്ഥാനം, പുതിയ ജെറുസലേമിന്റെ അടിത്തറ അത് സ്ലീഹന്മാരാണ്. ക്രിസ്തുവിൻ്റെ മേൽ പണിതുയർത്തപ്പെട്ട സ്ലീഹന്മാർ. അപ്പോൾ ആ സ്ലീഹന്മാരോട് ചേർന്ന് നമുക്കും സഞ്ചരിക്കാം. ഇന്ന് അനേകം ചിന്തകളും പഠനങ്ങളും നമ്മെ വഴി തെറ്റിക്കുമ്പോഴും സ്ലീഹന്മാർ പകർന്നു നൽകിയ ആ വിശ്വാസത്തിൽ, ആ അടിത്തറയുമേൽ നമുക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇനി നാം സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് നാം കാണുക. വിളിക്കുകയും പഠിപ്പിക്കുകയും അയക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാം. അവൻ 12 പേരെ തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. അവർക്ക് അധികാരം കൊടുത്ത് അവരെ അയക്കുകയും ചെയ്യുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം മിഷൻ പ്രഭാഷണമായാണ് ബൈബിൾ പണ്ഡിതന്മാർ അവതരിപ്പിക്കുന്നത്. തൻ്റെ ശിഷ്യർക്കുള്ള ഉപദേശങ്ങൾ, അവർ എങ്ങനെയായിരിക്കണം, അവർ എങ്ങനെ മിഷൻ പ്രവർത്തനങ്ങളിൽ സുവിശേഷ പ്രഘോഷണത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് യേശു ഓർമ്മിപ്പിക്കുകയാണ് ഈ വാക്യങ്ങളിലൂടെ. ഈ 12 സ്ലീഹന്മാരെയും യേശു അയച്ചുകൊണ്ട് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ എന്ന്. അതുപോലെ തന്നെ രോഗികളെ സുഖപ്പെടുത്തുകയും
മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കുകയും അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും ചെയ്യുവിനെന്ന അധികാരവും അവൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദാനമായി കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിനെന്ന്. ഒരു സുവിശേഷ പ്രഘോഷകൻ, ഒരു മിഷണറി എപ്രകാരമായിരിക്കണമെന്ന് ഈശോ ഈ വാക്കുകളിലൂടെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. തുടർന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നു, പൊന്നോ സഞ്ചിയോ ഒന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കരുത്, രണ്ടുടുപ്പുണ്ടാകരുത്, നിങ്ങൾ എവിടെ ചെല്ലുന്നോ അവിടുന്ന് ഭക്ഷിക്കുവിൻ എന്നൊക്കെ. അതായത് ഒരു സുവിശേഷ പ്രഘോഷകൻ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് പൂർണ്ണമായ ദൈവ ആശ്രയത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടവനാണ് എന്ന് ഈശോ നമ്മെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഈ സുവിശേഷ പ്രഘോഷണം ഇന്ന് പുരോഹിതന്റെയോ സന്യാസിനിമാരുടെയോ ഒന്നും മാത്രം ദൗത്യമല്ല. മാമോദിസ സ്വീകരിച്ച് സഭയിൽ അംഗമായി വിളിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു ദൗത്യമുണ്ട്. നാമും ഈ ദൗത്യത്തിന് വിളിക്കപ്പെട്ടവരാണ്. ഞാൻ മനസ്സിലാക്കിയ എൻ്റെ യേശുവിനെ ലോകത്തിന് മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കാനുള്ള ദൗത്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇന്ന് ഈ കൈത്തക്കാലം ആരംഭിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ ബലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ബലങ്ങളും നമ്മളിൽ നിറഞ്ഞ് നമുക്കും യേശുവിൻ്റെ സാക്ഷികളായി ജീവിക്കാം. ലോകമെമ്പാടും യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത, യേശുവിനെ മനസ്സിലാക്കിയിട്ടില്ലാത്ത, യേശുവിനെ കേട്ടിട്ടില്ലാത്ത അനേകം ആളുകളിലേക്ക് നമുക്ക് ഈ യേശുവിൻ്റെ സുവിശേഷത്തെ, രക്ഷയുടെ സത്വാർത്തയെ നമുക്കും എത്തിക്കാൻ പരിശ്രമിക്കാം. ഇത് ലോകത്തിൻ്റെ വിദൂരങ്ങളിൽ മാത്രമല്ല, നാം ആയിരിക്കുന്ന നമ്മുടെ കൊച്ചിടങ്ങളിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ അയൽവക്കങ്ങളിൽ, ഞാനായിരിക്കുന്ന സ്കൂളിൽ, ക്ലാസ്സിൽ, ജോലി സ്ഥലത്ത്, നാം എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ഈ ക്രിസ്തുവിനെ കൊടുക്കുവാന്, ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാന് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ആകണം. കേവലം വാക്കുകളോ വചനങ്ങളോ മാത്രമല്ല, നമ്മുടെ ജീവിതം തന്നെ അതിനൊരു സാക്ഷിയായി തീരണം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയുന്നത് പോലെ എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. നമുക്കും പരിശ്രമിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ ഈ സുവിശേഷം കൊടുക്കുവാന്, അനേകരെ ഈ രക്ഷയിലേക്കും രക്ഷയുടെ സന്തോഷത്തിലേക്കും ആനയിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. യേശു തിരഞ്ഞെടുത്ത് അയച്ച 12 സ്ലീഹന്മാർക്ക് സമ്പത്തോ ലോകത്തിലെ വലിയ അധികാരങ്ങളോ വലിയ മഹത്വങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് ഒന്നുണ്ടായിരുന്നു, ക്രിസ്തു ഉണ്ടായിരുന്നു അവരോടൊപ്പം. അവർ ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവൻ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറായിരുന്നു. അവർ സമർപ്പിക്കുകയും ചെയ്തു. ഇന്ന് നമുക്കും നമ്മോട് തന്നെ ചോദിക്കാം, ഞാനും ഒരു നാമമാത്ര ക്രിസ്ത്യാനിയാണോ എന്ന്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാന്, അവന് സാക്ഷിയാകുവാന് എനിക്കും സാധിക്കുന്നുണ്ടോ എന്ന്. സ്ലീഹന്മാരെ പോലെ ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും അവരെ പോലെ ക്രിസ്തുവിനെ പങ്കുവെക്കുവാനും നാം കണ്ടുമുട്ടുന്ന ഓരോ മനസ്സുകളിലും ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവെക്കുവാനും സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.